മക്കളെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കും മുമ്പ് ഏതൊക്കെ റാങ്കിങ് നോക്കണം? അംഗീകാരമില്ലാത്ത കോളേജുകൾ എങ്ങനെ കണ്ടെത്താം? ഏതൊക്കെ അക്രഡിറ്റേഷൻ ഒരു കോളേജിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം? NBA അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോഴ്സുകൾ പഠിച്ചാൽ ഒടുവിൽ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതാകുമോ? കീം അലോട്ട്മെൻറ്റ് നടക്കും മുമ്പ് രക്ഷിതാക്കൾ തിരയുന്ന ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. ഒന്ന് പറയാം, ഇന്ത്യയിൽ ടെക്നിക്കൽ കോഴ്സസ്, ഫാർമസി, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മാനേജ്മെൻറ്റ് എന്നിവ ഓഫർ ചെയ്യുന്ന ഒരു കോളേജിന് പ്രവർത്തിക്കാൻ മാൻഡേറ്ററി ആയിട്ട് ആവശ്യമുള്ള അപ്രൂവൽ AICTEയുടേത് മാത്രമാണ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. മറ്റെല്ലാം ഓപ്ഷണലാണ്. കീം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന കോളേജുകൾക്കെല്ലാം AICTE അപ്രൂവൽ ഉണ്ട് താൻ. സോ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് വാലിഡ് ആവാൻ അത് ധാരാളം മതി. മറ്റുള്ള അക്രഡിറ്റേഷൻ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഓർത്ത് അനാവശ്യ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. എന്നാൽ നിങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ, ആ പരിഭ്രാന്തിയിലെ അവസരം മുതലെടുക്കാൻ നന്നായി പണിയെടുക്കുന്നവർ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ നന്മമരങ്ങൾ. പൊതുജനത്തെ കഴുതയാക്കുന്ന അക്രഡിറ്റേഷൻ, റാങ്കിങ് എന്നിവയുടെ ഞെട്ടിക്കുന്ന കാണാപ്പുറങ്ങളിലേക്ക് ഒരു അന്വേഷണം. 2025 ഫെബ്രുവരി 2 ഞായറാഴ്ച ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ഒരു സ്ഥാപനത്തിൽ രഹസ്യ വിവരത്തെ തുടർന്ന് CBIയുടെ ഒരു റെയ്ഡ് ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ വന്ന CBI അവിടെ ഒരു റൂമിൽ കണ്ടത് 50 ലക്ഷത്തിലധികം തുക ക്യാഷായിട്ടും നിരവധി പുത്തൻ ഐഫോണുകളും ലാപ്ടോപ്പുകളും, കൂടാതെ കല്യാണ മാസങ്ങളിലെ നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടയിലെ പോലെ പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ നിരന്നു കിടക്കുന്നതും അത് അണിഞ്ഞും പിടിച്ചും നോക്കുന്ന 10 പേരെയുമാണ്. ആ 10 പേർ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വന്നവരായിരുന്നില്ല. ആ സ്ഥാപനം ഒരു ജ്വല്ലറിയുമായിരുന്നില്ല. അത് കൊണേരു ലക്ഷ്മയ്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ KLEF എന്ന ആന്ധ്രയിലെ ഒരു യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു. സ്വർണം ചെരിഞ്ഞിരുന്ന 10 പേർ രാജ്യത്തെ 820 യൂണിവേഴ്സിറ്റികൾക്കും 15,501 കോളേജുകൾക്കും അക്രഡിറ്റേഷൻ റേറ്റിംഗ് നൽകിയ NAAC അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷൻ ടീമുമായിരുന്നു. പ്രസ്തുത കോളേജിന് 2024-29 കാലഘട്ടത്തിലേക്ക് NAAC A++ റേറ്റിംഗ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് നൽകപ്പെട്ട ബ്രൈബ്, കൈക്കൂലി എണ്ണിത്തിട്ടപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു അവർ. രാജ്യത്തെ ഞെട്ടിച്ച ആ റെയ്ഡിന് പിന്നാലെ അറസ്റ്റും സസ്പെൻഷനൊക്കെ ഒരുപാടുണ്ടായി. കൂടാതെ KLEF യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ 5 വർഷത്തേക്ക് NAAC ഡീബാർ ചെയ്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമെന്ന ഫ്രഷ് റെസ്പോൺസ് പാസ്സാക്കി NAAC കൈയഴുകി. മറ്റൊരു പ്രമുഖ റാങ്കിങ് സിസ്റ്റമായ NIRF റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇതേ KLEF യൂണിവേഴ്സിറ്റിനെ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾ കണ്ടെത്തും. എവിടെയെന്നറിയോ? പല IITകളുടെയും കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള NITകളുടെയും മുകളിൽ. റാങ്കിങ് ഏജൻസികൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ റേറ്റ് പറഞ്ഞുള്ള റേറ്റിംഗ് കളികൾ. വിജയക്കുതിപ്പുകളുടെ തീരാക്കണക്കുകൾ നിരത്തിയാൽ പറഞ്ഞു തീരാത്തത്ര നേട്ടങ്ങളും ലോകം ഭരിക്കുന്ന കമ്പനികളിലെ CEO കസേരകളിലേക്കും നീളുന്ന സംഭാവനകളുള്ള, വർഷങ്ങളുടെ സ്ഥിരതയാർന്ന മുന്നേറ്റ ചരിത്രമുള്ള IITകൾ പോലും തുടങ്ങി വെറും 2-3 വർഷം മാത്രം പ്രവർത്തനം നടത്തിയ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് പോയ റാങ്ക് ലിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് സുലഭമാണ്. കാരണം പറ്റിക്കപ്പെടാൻ ഇന്ന് നാട്ടിൽ വലിയൊരു ജനതയുണ്ട്. 2025 $225 ബില്യൺ ഇൻഡസ്ട്രി. അതാണ് ഇന്ത്യ മഹാരാജ്യത്തെ എഡ്യൂക്കേഷൻ സെക്ടർ. മക്കളുടെ പഠനത്തെയും ഭാവിയെയും മറ്റെല്ലാത്തിനേക്കാൾ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വലിയ സ്വപ്നങ്ങൾ പേറുന്ന ഒരുപാട് മാതാപിതാക്കളുടെ നാടാണിത്. അവരുടെ ജീവൻ്റെ അധ്വാനം മുഴുവൻ, എന്തിന് ജീവൻ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സമർപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. സേലം കളക്ട്രേറ്റിൽ ഒരു താൽക്കാലിക സാനിറ്റേഷൻ വർക്കർ ഉണ്ടായിരുന്നു, പാപ്പാത്തി. ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോഴും മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പല ജോലികളൊക്കെ ചെയ്ത് മകനെ ആർക്കിടെക്ചർ കോഴ്സിനും മകളെ എഞ്ചിനീയറിംഗ് കോഴ്സിനും ചേർക്കാൻ പാപ്പാത്തിക്കായി. പക്ഷെ പിന്നീട് മക്കളുടെ കോളേജുകളിൽ ഫീസ് ഡ്യൂ ആയി തുടങ്ങി. ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ആരോ ആ സ്ത്രീയോട് പറഞ്ഞു, നീ ഒരു അപകടത്തിൽ മരിച്ചാൽ നഷ്ടപരിഹാര തുകയായിട്ട് ഗവൺമെൻറ് 45,000 രൂപ നിൻ്റെ മക്കൾക്ക് കൊടുക്കുമെന്ന്. 2023 ജൂൺ 28 ആ സ്ത്രീ സേലത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിന് മുന്നിലേക്ക് ചാടി ജീവത്യാഗം ചെയ്തു. അങ്ങനെ ഒരു നഷ്ടപരിഹാര തുക പദ്ധതിയൊന്നും ഗവൺമെൻറ്റിന് ഇല്ല എന്ന് ആ സാധുവിന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അവർ ബസ്സിന് മുന്നിലേക്ക് ചാടിയ വീഡിയോ മോക്ഷം കിട്ടാതെ അലയുന്ന ഒരു ആത്മാവിനെ പോലെ ഇന്നും ഓൺലൈനിൽ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരവധി അക്രഡിറ്റേഷൻ റാങ്കിങ് സ്കാമുകൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പല കോളേജുകൾക്ക് മുന്നിലൂടെ പോകുമ്പോഴും നെറ്റിയിൽ നിരനിരയായിട്ട് പതിപ്പിച്ച അക്രഡിറ്റേഷൻ റേറ്റിങ്ങുകൾ നിങ്ങൾക്ക് കാണാം. അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ റാങ്കിങ് ടീമുകൾ കോളേജിൽ വന്നു പോയതിൻ്റെ അടയാളം അത്. ഇൻസ്പെക്ഷൻ ടീംസ് വന്നപ്പോൾ ചെറിയ ബ്രീഫ് കേസുമായിട്ടാണ് വന്നതെങ്കിൽ പോയപ്പോൾ വലിയ ട്രക്കിംഗ് ബാഗുകളും ട്രോളി ബാഗുകളൊക്കെ ഉരുട്ടിക്കൊണ്ട് പോയെന്നാണ് പല സോഴ്സുകളിൽ നിന്നും അറിയുന്നത്. ഈ റാങ്കിങ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഇൻസ്പെക്ഷനുകൾ നടക്കുമ്പോൾ സമീപത്തെ ആപ്പിൾ സ്റ്റോറുകളിലും മിലിറ്ററി ക്യാൻറ്റീനുകളിലും സ്വർണ്ണക്കടകളിലും പതിവിൽ കവിഞ്ഞ തിരക്ക് അനുഭവപ്പെടുന്നതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കോളേജിൻ്റെ റാങ്കിങ് അത് പെട്ടെന്ന് കുതിച്ചു പൊങ്ങുന്നതും മൈനസുകളുടെ സ്ഥാനത്ത് പ്ലസ്സുകൾ വരുന്നതിലും ബികളെല്ലാം എകളാവുന്നതിലും എന്തോ അസ്വാഭാവികതയില്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ രാജ്യത്തെ വഞ്ചിച്ച് ഇന്നാട്ടിലെ പാവങ്ങളെ കൂടുതൽ സാമ്പത്തിക ബാധ്യതകളിലേക്കും പൊള്ളയായ വാഗ്ദാനങ്ങളിലേക്കും തള്ളിവിടുന്നതിൽ വലിയൊരു പങ്ക് പല റാങ്കിങ് ഏജൻസികൾക്കുമുണ്ട്. പലരെയും തകർക്കാനും തളർത്താനും അവർക്ക് കഴിയും, വേറെ ചിലരെ വാനോളം ഉയർത്താനും. ഇൻഫാക്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു റാങ്കിങ് ദുരന്തത്തെപ്പറ്റി തന്നെയായിരുന്നു. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും RITയും
GC കണ്ണൂരും GEC പാലക്കാടും ചെങ്ങന്നൂർ IHRDയും ഒക്കെ അവഗണിക്കപ്പെട്ട നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ KRF 2024 റാങ്കിങ്. കീം 2025 ആസ്പിരൻസിനോട് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ റെഫർ ചെയ്യാനായിട്ട് പല നന്മമരങ്ങളും റെഫർ ചെയ്യുന്ന ആ റാങ്കിങ്. ഞാൻ മുൻപ് ചെയ്ത ആ KRF വീഡിയോയ്ക്ക് കീഴിൽ കമൻസിൽ കണ്ട ഒരു പൊതുവീക്ഷണം, ജോലി കിട്ടുന്നത് വരെ അതിമിടുക്കരും കിട്ടിയ ശേഷം ഉറക്കത്തിലുമാണ് സർക്കാർ കോളേജിലെ അല്ലെങ്കിൽ പൊതുവെ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ എന്നൊരു ആക്ഷേപമാണ്. അതുകൊണ്ടാണ് മോഡൽ RIT കണ്ണൂർ, പാലക്കാട്, ചെങ്ങന്നൂർ തുടങ്ങിയ കോളേജുകൾ KRF റാങ്കിങ്ങിൽ നിന്ന് പുറത്തായതെന്ന് പലരും അവിടെ കമൻറ്റ് ചെയ്തു. കുട്ടികളും മാതാപിതാക്കളും അറിയണം, മോഡൽ RIT കണ്ണൂർ, പാലക്കാട്, ചെങ്ങന്നൂർ കോളേജുകളൊക്കെ മോശം പെർഫോമൻസ് കൊണ്ട് KRF റാങ്കിങ്ങിൽ നിന്ന് പുറത്തായവരല്ല. ഇത് നേരിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ വിളിച്ചപ്പോൾ ലഭിച്ച വിവരം കോളേജുകൾ റാങ്കിങ്ങിൽ പങ്കെടുത്തില്ല എന്നതാണ്. സത്യാവസ്ഥ അറിയാൻ കോളേജുകളിലും ഞങ്ങൾ വിളിച്ചിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വകുപ്പ് ചോദിക്കുന്ന ഡേറ്റ പ്രിപ്പയർ ചെയ്ത് എത്താൻ പലപ്പോഴും സാധിക്കാറില്ലെന്നും, എന്നാൽ പ്രൈവറ്റിൽ അത്തരം റെക്കോർഡ്സ് കുറച്ചുകൂടി നന്നായിട്ട് മാനേജ് ചെയ്യുന്നതിനാൽ അവർ വേഗത്തിൽ സബ്മിറ്റ് ചെയ്യുമെന്നും പലരും പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ച അതിലുണ്ടാവാം. പക്ഷേ കേരളത്തിലെ പൊതുജന സമക്ഷം ഒരു ഗവൺമെൻറ് ഏജൻസി റാങ്കിങ് പബ്ലിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എൻട്രൻസ് അലോട്ട്മെൻറ്റിൽ എത്തി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ഇവരുടെയൊക്കെ തീരുമാനങ്ങളെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കാണിക്കണമായിരുന്നു. അതേ വകുപ്പിന് കീഴിലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ നിന്ന് ഡേറ്റ കിട്ടാത്തതുകൊണ്ട് അവരെ ഒഴിവാക്കിയെന്ന് പറയുന്നത് വെറും മുട്ടാപ്പോക്ക് ന്യായമാണെന്ന് മാത്രമല്ല, ഈ നാട്ടിലെ വിദ്യാഭ്യാസ വികസന മുന്നേറ്റങ്ങൾക്ക് വലിയ തിരിച്ചടി കൂടിയാണ്. ഒരേ വകുപ്പിന് കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും തുരങ്കം വയ്ക്കുക മാത്രമല്ല നിങ്ങൾ ഇതുകൊണ്ട് ചെയ്തത്, വിദ്യാർത്ഥികളിലും അവരുടെ രക്ഷിതാക്കളിലും അനാവശ്യ സംശയങ്ങൾ ജനിപ്പിച്ചു. മറ്റു പല സ്ഥാപനങ്ങൾക്കും അനർഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. കൂടാതെ കോളേജുകൾ റാങ്കിങ്ങിൽ പങ്കെടുക്കാത്തതിനാലാണ് ഒഴിവായത് എങ്കിൽ ആ വസ്തുത പൊതുജനത്തിന് മനസ്സിലാവും പോലെ ആ ഉത്തരവിൽ രേഖപ്പെടുത്തണമായിരുന്നു. തെറ്റിദ്ധാരണകൾ ഒഴിവാവാൻ അത് സഹായിച്ചേനെ. ഡിയർ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഇല്ലാതായി പോവേണ്ടതല്ല തലമുറകൾ പഠിച്ചിറങ്ങിയ ഒട്ടേറെ ജീവിതങ്ങളുടെ ആശ്രയമായ അർഹതയുള്ള ഒരുപാട് കുട്ടികളുടെ സ്വപ്നമായ ആ കോളേജുകൾ. തലയും വാലും ഇല്ലാതെയുള്ള ഈ റാങ്കിങ് വഴി ഉണ്ടാക്കിയ വലിയ ഡാമേജ് റെക്ടിഫൈ ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആ റാങ്കിങ് അങ്ങ് പിൻവലിക്കുക. അല്ലെങ്കിൽ ന്യൂനതകൾ പരിഹരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് എത്രയും വേഗത്തിൽ പബ്ലിഷ് ചെയ്യാം. പൊതുജനത്തിനോട് അത്രയെങ്കിലും ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ അത്തരം അവഗണനകളോ ചൂഷണങ്ങളോ ഇനിയെങ്കിലും നേരിടാതിരിക്കട്ടെ. റാങ്കിങ് അക്രഡിറ്റേഷൻ നാടകങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇന്നാട്ടിലെ ജനം ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. സത്യം തേടിയുള്ള നാവിഗേറ്ററുടെ യാത്ര ഇനിയും തുടരും. വീണ്ടും പാകലാം. നന്ദി, നമസ്കാരം.